മോണ്ടിസോറി മെത്തേഡ്സ് ആൻഡ് ഫിലോസഫി അതിൻ്റെ 4ാമത്തെ ചാപ്റ്ററാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അസസ്മെൻറ്റ് ആൻഡ് ഇവാലുവേഷൻ ഇൻ മോണ്ടിസോറി എഡ്യൂക്കേഷൻ. സാധാരണ നമ്മൾ ട്രഡീഷണൽ സ്കൂളുകളിൽ കുട്ടികളെ അസസ്മെൻറ്റ് ചെയ്യാറുണ്ട്, ഇവാലുവേഷൻ നടത്താറുണ്ട്, അഥവാ പരീക്ഷകൾ നടത്താറുണ്ട്. കുട്ടിയുടെ പഠനത്തെക്കുറിച്ചുള്ള അസസ്മെൻറ്റ്, അവരുടെ പ്രോഗ്രസ് നമ്മൾ അസസ് ചെയ്യാറുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഒരു മോണ്ടിസോറി സ്കൂളിൽ ഒരു മോണ്ടിസോറി സ്കൂളിൽ കുട്ടികളെ അസസ് ചെയ്യാം, എങ്ങനെയാണ് ഇവാലുവേഷൻ പ്രോസസ്സ് നടക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. ഡോക്ടർ മറിയ മോണ്ടിസോറിയുടെ മനോഹരമായ ഒരു വാചകം കൊണ്ട് തുടങ്ങാം. ദ ഗ്രേറ്റസ്റ്റ് ഗിഫ്റ്റ്സ് വി ക്യാൻ ഗിവ് അവർ ചിൽഡ്രൻ ആർ ദ റൂട്ട്സ് ഓഫ് റെസ്പോൺസിബിലിറ്റി ആൻഡ് ദ വിങ്സ് ഓഫ് ഇൻഡിപെൻഡൻസ്. നമുക്ക് നമ്മുടെ മക്കൾക്ക് നൽകാൻ പറ്റുന്ന, വിദ്യാർത്ഥികൾക്ക് നൽകാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സമ്മാനങ്ങളാണ് ഒന്ന് ഉത്തരവാദിത്വത്തിൻ്റെ വേരുകളും അതേപോലെ തന്നെ സ്വാതന്ത്ര്യത്തിൻ്റെ ചിറകുകളുമാണ്. അപ്പോൾ അവരിൽ ഓട്ടോമാറ്റിക്കലി ഒരു ഉത്തരവാദിത്വ ബോധമുണ്ടാക്കുകയും അതേപോലെ സ്വാതന്ത്ര്യത്തിൻ്റെ ചിറകുകളിലൂടെ സ്വതന്ത്രമായ ചിന്തകളിലൂടെ സ്വതന്ത്രമായി പഠിച്ചു പോവുകയും ചെയ്യുന്ന ഒരു വിദ്യാർത്ഥിയാക്കുക, അല്ലെങ്കിൽ അത് നൽകുക എന്നുള്ളതാണ് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് നൽകാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഗിഫ്റ്റ് എന്ന് ഡോക്ടർ മറിയ മോണ്ടിസോറി അഭിപ്രായപ്പെടുകയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് ഇവാലുവേഷൻ ഈസ് ദ എസെൻഷ്യൽ പാർട്ട് ഓഫ് മോണ്ടിസോറി എഡ്യൂക്കേഷൻ. അറിയാം, മോണ്ടിസോറിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇവാലുവേഷൻ, വിശകലനം ചെയ്യുക എന്നുള്ളത്. നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നതും അങ്ങനെ തന്നെയാണ്. ദ ആസ്പെക്ട്സ് ഓഫ് ഇവാലുവേഷൻ, വേരിയസ് മെത്തേഡ്സ് ഓഫ് അസസ്മെൻറ്റ് ആൻഡ് ഇവാലുവേഷൻ. അസസ്മെൻറ്റ് ചെയ്യാനും അതുപോലെ ഇവാലുവേഷനും എന്തൊക്കെ മെത്തേഡുകളാണുള്ളത്, അതിൻ്റെ അസസ്മെൻറ്റിൻ്റെ പേർപ്പസ് എന്താണ് ഒരു ടീച്ചറുടെ റോള് ഇൻ അസസ്മെൻറ്റ്, വാട്ട്സ് എ റോൾ ഓഫ് എ ടീച്ചർ ഇൻ അസസ്മെൻറ്റ്, ആൻഡ് ദ കൺസെപ്റ്റ് ഓഫ് സെൽഫ് കറക്ഷൻ, റെമഡീസ്, എന്തൊക്കെ മാർഗങ്ങളാണ് നമുക്ക് ഒരു സെൽഫ് കറക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് തയ്യാറാക്കാൻ വേണ്ടി സാധിക്കുക. അതേപോലെ തന്നെ ദ വേരിയസ് റെക്കോർഡ്സ് ആർ ടു ബി മെയിൻറ്റെയിൻ ഫോർ ഇൻഡിവിജ്വൽ ചൈൽഡ്. ഓരോ കുട്ടിക്കും വേണ്ടി തയ്യാറാക്കേണ്ടുന്ന റെക്കോർഡ്സ് എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത്. അപ്പോൾ തീർച്ചയായും ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യലോടുകൂടി ദ ട്രെയിനീസ് ഓർ ദ സ്റ്റുഡൻസ് ഓർ ദ teacher trainees are expected to acquire the skills to assess and evaluate the children in Montessori method. മോണ്ടിസോറിയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളെ കൃത്യമായി ഇവാലുവേറ്റ് ചെയ്യാനും അസസ് ചെയ്യാനും വേണ്ടി ഈ ഒരു ചാപ്റ്റർ കഴിയലോടുകൂടി ട്രെയിനീസ് പഠിക്കുമെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് വാട്ട് ആർ ദ വേരിയസ് അപ്രോച്ചസ് ഓഫ് അസസ്മെൻറ്റ് ആൻഡ് ഇവാലുവേഷൻ ഇൻ മോണ്ടിസോറി എഡ്യൂക്കേഷൻ, എന്തെല്ലാം അപ്രോച്ചുകളാണ് പൊതുവെ മോണ്ടിസോറിയിൽ ഫോളോ ചെയ്യുന്നത് എന്ന് നമുക്ക് ആമുഖമായി ഒന്ന് നോക്കാം. ഇൻസ്റ്റെഡ് ഓഫ് ലുക്കിംഗ് അറ്റ് ഇവാലുവേഷൻ ആസ് ദ എൻഡ് പ്രോഡക്റ്റ് ഓഫ് എഡ്യൂക്കേഷൻ ഓർ വാട്ട് സ്റ്റുഡൻസ് ഹാവ് ലേൺ, വി ഷുഡ് ലുക്ക് അറ്റ് അസസ്മെൻറ്റ് ആസ് എ മീൻസ് ഓഫ് എൻഹാൻസിങ് സ്റ്റുഡൻറ് ലേണിംഗ്. സാധാരണ ട്രഡീഷണൽ മെത്തേഡുകളിൽ, ട്രഡീഷണൽ രീതിയിൽ ഒരു കുട്ടിയുടെ ഇവാലുവേഷൻ എന്ന് പറയുന്നത് വിദ്യാഭ്യാസത്തിൻ്റെ അവസാനമാണ്. ഉദാഹരണത്തിന് 10ാം ക്ലാസ് അവൻ പാസ്സാകും അല്ലെങ്കിൽ ഫെയിലാകും. പാസ്സായാൽ അവനക്ക് തുടർന്ന് പഠിക്കാം, ഇല്ലെങ്കിൽ അവൻ്റെ പഠനം അവിടെ അവസാനിച്ചു. അതാണ് സാധാരണ ട്രഡീഷണൽ മെത്തേഡിൽ ഫോളോ ചെയ്യുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ ഒരു അസസ്മെൻറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി ആസ് എ മീൻസ് ഓഫ് എൻഹാൻസിങ് ദ സ്റ്റുഡൻറ് ലേണിംഗ്. അത് കുട്ടിയുടെ പഠനത്തെ എൻഹാൻസ് ചെയ്യുന്ന, കുട്ടിയുടെ പഠനത്തെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള അസസ്മെൻറ്റുകളായിരിക്കണം നമ്മൾ നടത്തേണ്ടത് എന്നാണ്. അതിൽ നമ്മൾ വളരെ പ്രധാനമായും പഠിക്കുന്നുണ്ട് ഫോർമേറ്റീവ് അസസ്മെൻറ്റ് എന്താണെന്നുള്ളത്. ഫോർമേറ്റീവ് അസസ്മെൻറ്റിൽ ടീച്ചറുകൾ ചെയ്യുന്നത് ദ സ്റ്റുഡൻസ് ആൻഡ് ടീച്ചേഴ്സ് നോ വേർ സ്റ്റുഡൻസ് ആർ ഇൻ ദെയർ ലേണിംഗ്. ഇപ്പോൾ അവർ എവിടെയാണ് എത്തിയിരിക്കുന്നത്, എവിടെ വരെ അവർ പഠിച്ചിട്ടെത്തി, വേർ ദേ ആർ ഗോയിങ്, എങ്ങോട്ടാണ് അവർ പോകുന്നത്, ആൻഡ് വാട്ട് ദേ നീഡ് ടു ഗെറ്റ് ദ, എന്താണ് അവർക്ക് ഈ ഒരു
പഠന രീതിയിൽ നിന്ന് അവർക്ക് ആവശ്യമുള്ളത് എന്താണ് കിട്ടേണ്ടത്. ഇറ്റ്സ് എ മോഡൽ ദാറ്റ് മോണ്ടിസോറി ടീച്ചേഴ്സ് അറൗണ്ട് ദ വേൾഡ് ഹാവ് ബീൻ യൂസിങ് ഫോർ ഓവർ 100 years. അപ്പോൾ തീർച്ചയായും മോണ്ടിസോറി ടീച്ചർമാർ കഴിഞ്ഞ 100 വർഷത്തോളമായി ഉപയോഗിക്കുന്ന അസസ്മെൻറ്റ് രീതികളാണ് ഇതൊക്കെ. അസസ്മെൻറ്റ് ഈസ് ടു നോ ഹൗ വെൽ ദ ചൈൽഡ് ഹാസ് അച്ചീവ്ഡ് ദ ഒബ്ജക്റ്റീവ്സ്. ശരിക്കും നമ്മളൊരു കുട്ടിയെ അസസ് ചെയ്യുന്നത്, വിലയിരുത്തുന്നത്, അസസ്മെൻറ്റ് നടത്തുന്നത് എന്തിനാണ്? എത്രമാത്രം ഒരു കുട്ടി തൻ്റെ ലക്ഷ്യത്തെ അച്ചീവ് ചെയ്തിട്ടുണ്ട്. ആൻഡ് വാട്ട് ടൈപ്പ് ഓഫ് ഹെൽപ്പ് ഓർ സപ്പോർട്ട് എ ചൈൽഡ് നീഡ്. ഒരു കുട്ടിക്ക് പഠനവുമായി ബന്ധപ്പെട്ട് എന്ത് സഹായമാണ് ആവശ്യമുള്ളത് എന്ന് തിരിച്ചറിയാനാണ് നാം അസസ്മെൻറ്റുകൾ നടത്തേണ്ടത്. അതാണ് അസസ്മെൻറ്റ്. അല്ലാതെ ഒരു കുട്ടിയുടെ പഠനം അവസാനിപ്പിക്കേണ്ടതോ കുട്ടിയെ പഴിചാരേണ്ടതിനോ വേണ്ടിയല്ല. ഇഫ് ഷീ ഹാസ് നോട്ട് അച്ചീവ്ഡ് സം ഓഫ് ദ ഒബ്ജക്റ്റീവ്സ് ഇൻ എ സ്പെസിഫിക് ടൈം, അയാൾ ഒരു കൃത്യമായ സമയത്തിൽ ആ ഒരു വിദ്യാർത്ഥി ഉദ്ദേശിച്ച ലക്ഷ്യത്തിലേക്ക് എത്തിയിട്ടില്ല എങ്കിൽ ദ ടീച്ചർ ഹാസ് ടു ചെക്ക് വെദർ ദ ചൈൽഡ് ഹാസ് സാറ്റിസ്ഫാക്ടറിലി കംപ്ലീറ്റഡ് ദ കൺസേൺഡ് ആക്ടിവിറ്റി. കുട്ടി ആ ലക്ഷ്യത്തിലേക്ക് എത്തിയിട്ടില്ല, കുട്ടിക്ക് സെൻസറി ഡെവലപ്മെൻറ്റ് ഉണ്ടായിട്ടില്ല, കുട്ടിക്ക് ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് ഉണ്ടായിട്ടില്ല എങ്കിൽ ടീച്ചർ ശ്രമിക്കേണ്ടത് എന്തിനാണ്? ആ കുട്ടി സാറ്റിസ്ഫാക്ടറിലി ആ ഒരു ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ? ഓർ ഷീ നീഡ്സ് സം മോർ ആക്ടിവിറ്റീസ് ഓർ റെപ്പിറ്റീഷൻസ്. അവർക്ക് റെപ്പിറ്റീഷൻ ആവശ്യമുണ്ടോ? ആവർത്തനം ചെയ്യേണ്ടതുണ്ടോ? വീണ്ടും ചെയ്യിപ്പിക്കേണ്ടതുണ്ടോ? അപ്പോൾ ഇൻ മോണ്ടിസോറി മെത്തേഡ് സെൽഫ് ലേണിംഗ് ഈസ് പ്രൊമോട്ടഡ്. നേരത്തെ നമ്മൾ പഠിച്ചതാണ്. മോണ്ടിസോറി മെത്തേഡിൽ സെൽഫ് ലേണിംഗ് ആണ്. അപ്പോൾ കുട്ടി ഇപ്പോൾ എന്താണ് പഠിച്ചത്, ഇത് സാറ്റിസ്ഫാക്ടറിലി പഠിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അസസ്മെൻറ്റുകൾ ഉപയോഗിക്കേണ്ടത് എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. സോ ദ ചൈൽഡ് ഹിംസെൽഫ് വാണ്ട്സ് എ ഫീഡ്ബാക്ക് ആസ് സൂൺ ആസ് ഹി ഡസ് ആൻ ആക്ടിവിറ്റി. കുട്ടിക്ക് തന്നെ ഒരു ആക്ടിവിറ്റി ചെയ്ത് കഴിയലോടുകൂടി കുട്ടിയെക്കുറിച്ചൊരു ഫീഡ്ബാക്ക് ആവശ്യമാണ്. ദെൻ ഓൺലി ഹി ക്യാൻ കറക്റ്റ് ഹിസ് മിസ്റ്റേക്സ് ആൻഡ് ഇംപ്രൂവ്. എന്നാൽ മാത്രമേ അവർക്ക് കറക്റ്റ് ചെയ്യാനും ഇംപ്രൂവ് ചെയ്യാനും പറ്റുള്ളൂ. ദിസ് ഫെസിലിറ്റി ഈസ് ഇൻബിൽറ്റ് ഇൻ ഈച്ച് ഓഫ് ദ മോണ്ടിസോറി മെറ്റീരിയൽസ്. ഇത് ശരിക്കും ഓരോ മെറ്റീരിയലുകളിലും ഇൻബിൽറ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. ടു സപ്പോർട്ട് ഈച്ച് ചൈൽഡ് ഇൻ ദിസ് വേ കണ്ടിന്യൂസ് അസസ്മെൻറ്റ് ഓർ ഫോർമേറ്റീവ് ഇവാലുവേഷൻ ഈസ് ഇൻബിൽറ്റ് ഇൻ ദ മോണ്ടിസോറി മെത്തേഡ്. അപ്പോൾ അതുകൊണ്ട് തന്നെ തുടർച്ചയായ ദൈനംദിന അസസ്മെൻറ്റ് പ്രോഗ്രാമുകൾ ഓൾറെഡി നമ്മുടെ മോണ്ടിസോറി മെറ്റീരിയലുകളിൽ ഇൻബിൽറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ദർ ഈസ് ഓൾസോ ദ ഫെസിലിറ്റി ഓഫ് കോംപ്രഹെൻസീവ് ഓർ സമ്മേറ്റീവ് ഇവാലുവേഷൻ ടു അസസ് ദ ഓവറോൾ പെർഫോമൻസ് ഓഫ് ദ ചൈൽഡ്. അത് മാത്രമല്ല, കുട്ടിയുടെ ഓവറോൾ പെർഫോമൻസ് അളക്കുന്നതിന് വേണ്ടി സമ്മേറ്റീവ് ഇവാലുവേഷൻ ഫെസിലിറ്റിയും കൂടി ഉണ്ട്. അപ്പോൾ അതും കൂടി ഉപയോഗിക്കാം. ഇനി നമുക്ക് 2 പ്രധാനപ്പെട്ട അസസ്മെൻറ്റ് രീതികളെ കുറിച്ചിട്ടാണ് പഠിക്കേണ്ടത്. വളരെ പ്രത്യേകം ശ്രദ്ധിക്കണം. 2 രീതിയിലുള്ള അസസ്മെൻറ്റ് സിസ്റ്റമുകളാണ് സാധാരണ മോണ്ടിസോറിയിൽ ഫോളോ ചെയ്യാറ്. ഒന്ന് ഫോർമേറ്റീവ് അസസ്മെൻ്റ് ആണ്. ഫോർമേറ്റീവ് അസസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ദൈനംദിന ആക്ടിവിറ്റികളെ വിലയിരുത്തുന്നതിനെയാണ് ഫോർമേറ്റീവ് അസസ്മെൻറ്റ് എന്ന് പറയുന്നത്. അല്ല, അത് ഓരോ കുട്ടിയുടെയും എല്ലാ ദിവസത്തെയും പ്രവർത്തനങ്ങളെ വിലയിരുത്തുക, അപ്പോഴുള്ള പ്രവർത്തനങ്ങളെ വിലയിരുത്തുക. ഫോർമേറ്റീവ് അസസ്മെൻറ്റ് ഈസ് ദ ജനറൽ എവരിഡേ ഒബ്സർവേഷൻസ്. എവരിഡേ ഒബ്സർവേഷൻ ഈസ് ദ കീ പോയിന്റ്. എല്ലാ ദിവസവും നടക്കുന്ന ഒബ്സർവേഷനുകളാണ്. ആൻഡ് മോണിറ്ററിങ് ഓഫ് സ്റ്റുഡൻറ്റ് പ്രോഗ്രസ്. കുട്ടികളുടെ പ്രോഗ്രസ്, കുട്ടികളുടെ എത്രമാത്രം പ്രോഗ്രസ് കുട്ടിക്ക് കൃത്യമായി നടക്കുന്നുണ്ട് എന്ന് ദൈനംദിനം മോണിറ്റർ ചെയ്യുന്നതിനെയാണ് ഫോർമേറ്റീവ് അസസ്മെൻറ്റ് എന്ന് പറയുന്നത്. ദിസ് ടൈപ്പ് ഓഫ് അസസ്മെൻറ്റ് പ്രൊവൈഡ്സ് ഓൺ ഗോയിങ് ഫീഡ്ബാക്ക് ടു ടീച്ചേഴ്സ്. എല്ലാ ദിവസവും ഓരോ ആക്ടിവിറ്റി ചെയ്യുമ്പോഴും കുട്ടി എത്രമാത്രം ശ്രദ്ധിക്കുന്നുണ്ട്, എത്രമാത്രം തെറ്റുകൾ വരുത്തുന്നുണ്ട്, എന്തെല്ലാം കറക്റ്റ് ചെയ്യാനുണ്ട് എന്ന് ടീച്ചേഴ്സിന് കൃത്യമായി അറിയാൻ സാധിക്കും. സ്റ്റുഡൻസ് ആൻഡ് പാരൻസ്. ടീച്ചേഴ്സിന് അറിയാം, സ്റ്റുഡൻസിന് അറിയാൻ പറ്റും, പാരൻസിനും അറിയാൻ പറ്റും. About how well the student is processing information, whether he understood the lesson. എങ്ങനെ മാത്രം കുട്ടി കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, അയാൾക്ക് ലെസൺ മനസ്സിലായോ. ആൻഡ് വെദർ ഹി മാസ്റ്റേർഡ് ദ മെറ്റീരിയൽ. അയാൾ ആ മെറ്റീരിയൽസ് കൃത്യമായി മാസ്റ്റർ ചെയ്തെടുത്തോ, അതിൽ ഒരു വലിയ എക്സ്പേർട്ടായി മാറിയോ
ഇതെല്ലാം തന്നെ ഫോർമേറ്റീവ് അസസ്മെൻറ്റിൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഫോർമേറ്റീവ് അസസ്മെൻറ്റ് ടെൽസ് അസ് ഇഫ് ദ സ്റ്റുഡൻറ്റ് നീഡ്സ് അഡീഷണൽ ഇൻസ്ട്രക്ഷൻ ആൻഡ് പ്രാക്ടീസ്. കുട്ടിക്ക് അഡീഷണൽ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷനുകളോ പ്രാക്ടീസുകളോ വേണ്ടയോ എന്ന് നമുക്ക് ഫോർമേറ്റീവ് അസസ്മെൻറ്റിൽ കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും. കാരണം ഒരു കുട്ടി ഒരു ആക്ടിവിറ്റി ചെയ്യുന്ന സമയത്ത് തന്നെ കുട്ടി ഇതിൽ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് അപ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നടത്തുന്ന ഇവാലുവേഷൻ അസസ്മെൻറ്റുകളെയാണ് ഫോർമേറ്റീവ് അസസ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇൻ ദ മോണിറ്ററി എൻവയോൺമെൻറ്റ് ഫോർമേറ്റീവ് അസസ്മെൻറ്റ്സ് ആർ ഓൺഗോയിങ് ആണ്. അതിങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. അത് നെവർ എൻഡിങ് ആണ്. കാരണം എല്ലാ ദിവസവും കുട്ടി ഓരോ ആക്ടിവിറ്റി ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോഴെല്ലാം തന്നെ ഫോർമേറ്റീവ് അസസ്മെൻറ്റ് നടന്നുകൊണ്ടേയിരിക്കും. മെനി ഓഫ് ദ മോണ്ടിസോറി മെറ്റീരിയൽസ് ഹാവ് എ ബിൽറ്റ് ഇൻ കൺട്രോൾ ഓഫ് എറർ വിച്ച് ഗിവ്സ് ദ സ്റ്റുഡൻറ്റ് ഇമ്മീഡിയറ്റ്. എല്ലാ മോണ്ടിസോറി മെറ്റീരിയലിൻ്റെ ഒരു പ്രത്യേകത, ഒരു മെറ്റീരിയൽ ചെയ്യുമ്പോൾ അതിൽ സംഭവിക്കുന്ന തെറ്റുകൾ ഓട്ടോമാറ്റിക്കലി കുട്ടിക്ക് തിരിച്ചറിയാൻ പറ്റും. ഇത് ശരിയല്ല, ഇങ്ങനെയല്ല ചെയ്യേണ്ടത്, ഞാൻ ചെയ്തത് ശരിയായില്ല എന്ന ഒരു തോന്നൽ അല്ലെങ്കിൽ ആ ഇൻഡിക്കേഷൻ ശരിക്കും കുട്ടിക്ക് തന്നെ ലഭിക്കുന്ന രീതിയിലാണ് എല്ലാ മോണ്ടിസോറി മെറ്റീരിയലുകളും ഉണ്ടാക്കിയിട്ടുള്ളത്. മോണ്ടിസോറി ടീച്ചേഴ്സ് യൂസ് ഫോർമേറ്റീവ് അസസ്മെൻറ്റ് ആസ് പാർട്ട് ഓഫ് ദെയർ ഡെയിലി റുട്ടീൻ ഫോളോയിങ് ഈച്ച് ആൻഡ് എവരി സ്റ്റുഡൻറ്റ്. ഡെയിലി റുട്ടീനായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. റുട്ടീനായി എല്ലാ ദിവസവും കുട്ടി ഈ ടീച്ചർമാർ എന്ത് ചെയ്യുന്നുണ്ട്, ഫോർമേറ്റീവ് അസസ്മെൻറ്റ് നടത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ഈച്ച് സ്റ്റുഡൻസ് ഇൻട്രസ്റ്റ് ആൻഡ് പ്രോഗ്രസ് ആർ ഇൻഡിവിജ്വലി ഒബ്സർവ്ഡ്. ഓരോ കുട്ടിയുടെയും താല്പര്യങ്ങൾ, അവരുടെ പ്രോഗ്രസ് എല്ലാം തന്നെ ഇൻഡിവിജ്വലി ഒബ്സർവ് ചെയ്യും, അസസ് ചെയ്യും ആൻഡ് റെക്കോർഡ് കൃത്യമായി റെക്കോർഡ് ചെയ്യും. ഓരോ കുട്ടിക്കും അതിന് നമ്മൾ ആവശ്യമായ ചില റെക്കോർഡുകളൊക്കെ നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട്. അത് നമ്മൾ വരും ടോപ്പിക്കുകളിൽ പഠിക്കുന്നുണ്ട്. The teacher makes notations about lessons regarding presentations, practice and mastery. ടീച്ചർ കൃത്യമായ ഓരോ നോട്ട്സുകളും കൃത്യമായി ഉണ്ടാക്കുകയാണ്. അതിൻ്റെ പ്രസൻറ്റേഷനെ കുറിച്ച്, അത് പ്രാക്ടീസ് ചെയ്യുന്നതിനെക്കുറിച്ച്, അത് മാസ്റ്റർ ചെയ്തെടുക്കുന്നതിനെക്കുറിച്ചൊക്കെ ടീച്ചർ നോട്ട്സ് ഉണ്ടാക്കി വെക്കും. ഷീ ക്ലോസ്ലി മോണിറ്റേഴ്സ് വിച്ച് മെറ്റീരിയൽസ് ദ സ്റ്റുഡൻറ്റ് ഈസ് യൂസിങ് ആൻഡ് ഹീ ഈസ് മേക്കിംഗ് എനി എറേഴ്സ്. ടീച്ചർ നോക്കും ഏത് മെറ്റീരിയലാണ് കുട്ടി ഉപയോഗിക്കുന്നത്, എന്തെങ്കിലും മിസ്റ്റേക്കുകൾ, തെറ്റുകൾ വരുന്നുണ്ടോ. ബേസ്ഡ് ഓൺ ഹെർ ഒബ്സർവേഷൻസ് ദ മോണ്ടിസോറി ടീച്ചർ നോസ് വെൻ ടു പ്രസൻറ്റ് ന്യൂ മെറ്റീരിയൽ ആൻഡ് വെൻ ടു മോഡിഫൈ പ്രീവിയസ്ലി പ്രസൻറ്റഡ് മെറ്റീരിയൽ ഫോർ അഡീഷണൽ അണ്ടർസ്റ്റാൻഡിങ്. ഇത് നോക്കിയിട്ടാണ് പുതിയ മെറ്റീരിയൽ കുട്ടിയെ കൊണ്ട് ചെയ്യിപ്പിക്കണോ അല്ലെങ്കിൽ പഴയ മെറ്റീരിയൽ തന്നെ വീണ്ടും ചെയ്യിപ്പിക്കണോ എന്ന് ടീച്ചർ എന്ത് ചെയ്യുന്നത്, തീരുമാനിക്കുന്നത്. അപ്പോൾ ഒന്നാണ് ഞാൻ പറഞ്ഞത് ഫോർമേറ്റീവ് അസസ്മെൻറ്റ്. അത് ദൈനംദിനമുള്ള ദിവസേനയുള്ള റുട്ടീനായിട്ടുള്ള അസസ്മെൻറ്റ് പ്രോസസ്സാണ്. സമ്മേറ്റീവ് അസസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ഗോൾ ഓഫ് ഫോർമേറ്റീവ് അസസ്മെൻറ്റ് ഈസ് ടു മോണിറ്റർ സ്റ്റുഡൻസ് പ്രോഗ്രസ് ആൻഡ് പ്രൊവൈഡ് ഓൺഗോയിങ് ഫീഡ്ബാക്ക്. അത് ഓൺഗോയിങ് ഫീഡ്ബാക്ക് ആണ് എന്ന് നേരത്തെ പഠിച്ചു. ബട്ട് സമ്മേറ്റീവ് അസസ്മെൻറ്റ് ഈസ് ദ അസസ്മെൻറ്റ് ഓഫ് ദ ഫൈനൽ പ്രോഡക്റ്റ്. ഏറ്റവും ഫൈനലായിട്ട് അവസാനമായി നമ്മൾ നടത്തുന്ന അസസ്മെൻറ്റുകളാണ് എന്ത്, സമ്മേറ്റീവ് അസസ്മെൻറ്റ് എന്ന് പറയുന്നത്. അത് ഏറ്റവും അവസാനമാണ്, അത് ഫൈനൽ പ്രോഡക്റ്റിൻ്റെ ഭാഗമാണ്. സമ്മേറ്റീവ് അസസ്മെൻറ്റ്സ് മെഷർ ഹൗ മച്ച് എ സ്റ്റുഡൻറ്റ് ഹാസ് ലേൺഡ് അപ് ടു എ സർട്ടൻ പോയിൻ്റ് ഓഫ് ടൈം ലൈക്ക് ദ എൻഡ് ഓഫ് എ യൂണിറ്റ്. അത് ഒരു പ്രത്യേകമായ ഒരു ടൈം പീരീഡിൽ ആ കുട്ടി എന്തൊക്കെയാണ് പഠിച്ചത്. അതുകൊണ്ടാണ് ഇപ്പോൾ സ്കൂളുകളിലൊക്കെ സമ്മേറ്റീവ് അസസ്മെൻറ്റ് നടത്തുന്നത്. ഒരു യൂണിറ്റ് കഴിഞ്ഞാൽ ടെസ്റ്റ് നടത്തും, അല്ലെങ്കിൽ ഒരു സെമസ്റ്റർ കഴിഞ്ഞാൽ ടെസ്റ്റ് നടത്തും. ഹാഫ് ഇയർലി, ക്വാർട്ടർലി, ഇയർലി എക്സാമിനേഷൻ, മോഡൽ ടെസ്റ്റുകൾ, ഇതെല്ലാം തന്നെ സമ്മേറ്റീവ് അസസ്മെൻറ്റിൻ്റെ ഭാഗമാണ്. അപ്പോൾ തീർച്ചയായും സ്റ്റുഡൻറ്റ് ലൈക്ക് ദ എൻഡ് ഓഫ് എ യൂണിറ്റ്, മിഡ് ടേം ഓർ ദ എൻഡ് ഓഫ് എ കോഴ്സ് ഓർ ഇയർ, ഒരു കോഴ്സിൻ്റെ അവസാനം അല്ലെങ്കിൽ ഒരു വർഷത്തിൻ്റെ അവസാനമൊക്കെയാണ് സമ്മേറ്റീവ് അസസ്മെൻറ്റുകൾ നടത്തുന്നത്. എക്സാംസ്, term papers, midterms, finals and standardized tests are all forms of summative assessments mean to rank and hold students accountable for learning. അപ്പോൾ ഇങ്ങനെ ടെസ്റ്റുകൾ നടത്തി, മിഡ് ടേമുകൾ, ഫൈനൽ ടെസ്റ്റുകൾ നടത്തി, അതല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള സ്റ്റാൻഡേർഡൈസ്ഡ് ടെസ്റ്റുകളൊക്കെ നടത്തിയിട്ട് ആ കുട്ടിയെ നമ്മൾ എന്ത് ചെയ്യുന്നു, കൃത്യമായി അക്കൗണ്ടബിൾ നടത്തുന്നു എന്നുള്ളതാണ്. ഇനി ഇപ്പോൾ രണ്ട് രീതിയിലുള്ള അസസ്മെൻറ്റുകൾ പഠിച്ചു, ഫോർമേറ്റീവും സമ്മേറ്റീവും.
ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് അപ്രോച്ച് ടു ഇവാലുവേറ്റ് എ മോണ്ടിസോറി ചൈൽഡ്. ഒരു മോണ്ടിസോറി ചൈൽഡിനെ ഇവാലുവേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സമീപിക്കുന്ന അല്ലെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ സമീപന രീതി എങ്ങനെയായിരിക്കണമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇവാലുവേറ്റ് ചെയ്യുമ്പോഴും നമ്മൾ ചില കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്നാമത്തത്, മോസ്റ്റ് മോണ്ടിസോറി സ്കൂൾസ് ആൻഡ് ഹോംസ് ഡു നോട്ട് യൂസ് ഗ്രേഡ്സ് ഓർ ടെസ്റ്റ് സ്കോർസ് ആസ് എ വേ ടു ഇവാലുവേറ്റ് ചിൽഡ്രൻസ് പ്രോഗ്രസ്. കൂടുതൽ മോണ്ടിസോറി സ്കൂളുകളും ഒരിക്കലും തന്നെ ഗ്രേഡുകളോ മാർക്കുകളോ ഒന്നും ഉപയോഗിക്കാറില്ല. കുട്ടിക്ക് ഇത്ര ഗ്രേഡ്, A+, B+, ഫസ്റ്റ് ക്ലാസ്, സെക്കൻഡ് ക്ലാസ്, ഇതൊന്നും ഉപയോഗിക്കാറില്ല. While it's wonderful that we don't subject children to these sort of assessment which are often arbitrary and biased, it can be hard to find a meaningful way to estimate their progress. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇങ്ങനെ A ഗ്രേഡും B ഗ്രേഡും ഫസ്റ്റ് ക്ലാസ്സും സെക്കൻഡ് ക്ലാസ്സും ഒന്നും കൊടുത്തിട്ടില്ലെങ്കിൽ കുട്ടിയെ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റില്ലേ? വളരെ സുഖസുന്ദരമായിട്ട് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് പറയുന്നത്. ഇറ്റ് ക്യാൻ ബി ഹാർഡ് ടു ഫൈൻഡ്, അല്ലേ? യെസ്. ഹൗ ക്യാൻ വി മെഷർ ചിൽഡ്രൻസ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് ഇൻ എ വേ ദാറ്റ് ലെറ്റ്സ് അസ് നോ ഹൗ ദേ ആർ ഡൂയിങ് വിത്തൗട്ട് യൂസിങ് ടെസ്റ്റ് ഓർ ഗ്രേഡ്? എങ്ങനെ നമുക്ക് സാധിക്കും? അനദർ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ഈസ് ദിസ്: how can we know if a child is having an authentic Montessori experience? എങ്ങനെ നമുക്കറിയാം ആ കുട്ടിയായ നല്ല ഒരു മോണ്ടിസോറി എക്സ്പീരിയൻസ് കുട്ടിക്ക് ഫീലായിട്ടുണ്ട് എന്ന് നമുക്ക് എങ്ങനെ അറിയാം? ഇൻ അതർ വേർഡ്സ്, അല്ലെങ്കിൽ ഈസ് ദ ചൈൽഡ് ട്രൂലി റിസീവിങ് ദ ഫുൾ ബെനിഫിറ്റ് ഓഫ് ദ പ്രിപ്പയർഡ് എൻവയോൺമെൻറ്റ്? അല്ലെങ്കിൽ ആ കുട്ടിക്ക് ഈ ഒരു എൻവയോൺമെൻറ്റിൽ നിന്നും ബെനിഫിറ്റ് കിട്ടുന്നുണ്ടോ? ദ മെറ്റീരിയൽസ് ആൻഡ് ദ മോണ്ടിസോറി ഫിലോസഫി, മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് ഈ മോണ്ടിസോറി ഫിലോസഫി ഉപയോഗിച്ചിട്ട് കുട്ടിക്ക് വല്ല മാറ്റവും സംഭവിക്കുന്നുണ്ടോ? നോയിങ് ദ ആൻസേഴ്സ് ടു ദീസ് ക്വസ്റ്റ്യൻ വിൽ ഹെൽപ്പ് us to decide which materials to present. അപ്പോഴാണ് നമ്മൾ ഈ ഒരു ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടലോടുകൂടി ഏത് മെറ്റീരിയലാണ് കുട്ടിക്ക് പ്രസൻറ്റ് ചെയ്യേണ്ടത്, ഹൗ ടു അറേഞ്ച് ഓർ റീഅറേഞ്ച് ദ എൻവയോൺമെൻറ്റ്, എങ്ങനെയാണ് എൻവയോൺമെൻറ്റ് അറേഞ്ച് ചെയ്യേണ്ടത്, ആൻഡ് ഹൗ ടു വർക്ക് വിത്ത് ഈച്ച് ചൈൽഡ്, ഓരോ കുട്ടിയോടൊപ്പം എങ്ങനെ വർക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് ദ ബെസ്റ്റ് അസസ്മെൻറ്റ് ഓഫ് ഈച്ച് ചൈൽഡ് മേ ഇൻക്ലൂഡ് സെവറൽ തിങ്സ്. ഒരു കുട്ടിയുടെ അസസ്മെൻറ്റിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. അതിലാദ്യമായി ദർ ഷുഡ് ബി സം കൈൻഡ് ഓഫ് ചാർട്ട്, ലിസ്റ്റ് ഓർ സ്കെമാറ്റിക് ഇൻഡിക്കേറ്റിംഗ് വാട്ട് വർക്ക് ഹാസ് ബീൻ കംപ്ലീറ്റഡ് ബൈ ദ ചൈൽഡ്. അപ്പോൾ നമുക്ക് അവിടെ ചാർട്ടുകൾ അല്ലെങ്കിൽ ലിസ്റ്റുകൾ സൂക്ഷിക്കാം. ഇപ്പോൾ ചാർട്ടിൽ കുട്ടികളുടെ പേരൊക്കെ എഴുതിയിട്ടുണ്ടാകും. അപ്പോൾ ഓരോ കുട്ടിയും കംപ്ലീറ്റ് ചെയ്യുന്ന ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്ന് ഈ ചാർട്ടിൽ നമുക്ക് റെക്കോർഡ് ചെയ്ത് വെക്കാം. To make it even more useful, you can indicate whether or not a child has been shown how to do the work. ആ ചാർട്ടിൽ ആ ഒരു വർക്കിനെ കുറിച്ച് കൃത്യമായി മാർക്ക് ചെയ്യാം. കുട്ടി ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്തോ, അല്ലെങ്കിൽ ആ ഒരു മെറ്റീരിയൽ ഉപയോഗിച്ചോ, ഈസ് ഇറ്റ് കംപ്ലീറ്റഡ് ഓർ നോട്ട്, ആക്ച്വലി ഡൺ ഇറ്റ് ദംസെൽവ്സ് ഓർ ഈവൻ മാസ്റ്റേർഡ് ഇറ്റ്. അതല്ല അത് സ്വന്തമായി ചെയ്തതാണോ, വേറെ ആരുടെയും സഹായം വന്നോ? ഉദാഹരണത്തിന് ഇപ്പോൾ സൗണ്ട് ബോക്സ് ഒരു മെറ്റീരിയലാണ്. സൗണ്ട് ബോക്സ് ചെയ്യുന്ന സമയത്ത് കുട്ടി അത് സ്വന്തമായി ചെയ്തതാണോ, അത് യൂസ്ഫുൾ ആയിട്ടുണ്ടോ, കുട്ടി സ്വന്തമായി ചെയ്തിട്ടുണ്ടോ, അത് മാസ്റ്റേർഡ് ആയിട്ടുണ്ടോ എന്ന് നമ്മൾ കൃത്യമായി ശ്രദ്ധിക്കാൻ വേണ്ടി ചാർട്ടുകൾ അതല്ലെങ്കിൽ ലിസ്റ്റുകൾ തയ്യാറാക്കാം. അപ്പോൾ കുട്ടിയുടെ പേര് എഴുതിയിട്ടുള്ള, കുട്ടികളുടെ മൊത്തം പേര് എഴുതിയിട്ടുള്ള ഒരു ലിസ്റ്റ്, ഒരു ചാർട്ട് ഉണ്ടാക്കുക. അതിൽ ഓരോ മെറ്റീരിയലുകൾ യൂസ് ചെയ്യുന്ന സമയത്തും നമുക്ക് അതിൽ കുട്ടിയുടെ പ്രോഗ്രസ് മാർക്ക് ചെയ്യാം. രണ്ടാമത്തത്, ദ സെക്കൻഡ് പാർട്ട് ഓഫ് ദ ഇവാലുവേഷൻ ക്യാൻ ഇൻക്ലൂഡ് ദ ചൈൽഡ്സ് ഓൺ വർക്ക്. പിന്നെ രണ്ടാമത് നമുക്കൊരു കുട്ടിയുടെ ഇവാലുവേഷനിൽ ഉൾപ്പെടുത്താൻ പറ്റുന്നത്, ആദ്യം ഉൾപ്പെടുത്തേണ്ടത് കുട്ടിയുടെ മോണ്ടിസോറി മെറ്റീരിയൽസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. രണ്ടാമത്തെ പാർട്ടിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് എന്താണ്? ചൈൽഡ്സ് ഓൺ വർക്ക്, സ്വന്തം വർക്കുകൾ കുട്ടികളുടെ. ഉദാഹരണത്തിന് സാമ്പിൾസ് ഓഫ് റിട്ടൺ വർക്ക്, കുട്ടി എഴുതിയ വർക്കുകൾ, ക്രിയേറ്റീവ് റൈറ്റിംഗ്, ഡ്രോയിങ്, ആർട്ട് പ്രോജക്ട്സ് ആൻഡ് ഈവൻ ഫോട്ടോഗ്രാഫ്സ് ഓഫ് ദ ചൈൽഡ്സ് വർക്ക് ക്യാൻ ബി ഇൻക്ലൂഡഡ്. പിന്നെ കുട്ടികളുടെ ആർട്ട് പരമായിട്ടുള്ള കാര്യം, കുട്ടി എത്രമാത്രം ഡ്രോയിങ്ങിൽ കഴിവ് തെളിയിക്കുന്നുണ്ട്, അതേപോലെ പിന്നെ ക്രിയേറ്റീവ് റൈറ്റിംഗ് എന്തൊക്കെയാണ് ചെയ്യുന്നത്, റിട്ടൺ വർക്കുകൾ എന്തൊക്കെയാണ്,
അതേപോലെ കുട്ടികൾ ചെയ്യുന്ന വർക്കുകളുടെ ഫോട്ടോഗ്രാഫുകൾ, ഇപ്പോൾ വീഡിയോകളൊക്കെ നമ്മൾ സാധാരണ പാരൻസ് ഗ്രൂപ്പുകൾ അതല്ലെങ്കിൽ ടീച്ചേഴ്സ് ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാകും. ഇപ്പോൾ കുട്ടി ചെയ്യുന്ന ആക്ടിവിറ്റികൾ വീഡിയോ എടുത്ത് അത് അസസ്മെൻറ്റിന് വേണ്ടി ഗ്രൂപ്പുകളിലൊക്കെ ഷെയർ ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് പല രീതിയിൽ. അപ്പോൾ ഒന്നാമത്തെ പാർട്ടിൽ ചാർട്ടുകളൊക്കെ ഉപയോഗിച്ച് കുട്ടിയുടെ വർക്കുകൾ മോണ്ടിസോറി മെറ്റീരിയൽ എത്രമാത്രം നന്നായി ഉപയോഗിക്കുന്നുണ്ട് എന്ന് നോട്ട് ചെയ്യാം. സെക്കൻഡ് പാർട്ടിൽ കുട്ടിയുടെ ഓൺ വർക്കുകൾ എന്ത് ചെയ്യാം, മെഷർ ചെയ്യാം അല്ലെങ്കിൽ അത് രേഖപ്പെടുത്താം. മൂന്നാമത്തേത്, ദ തേർഡ് പാർട്ട് ഓഫ് ദ അസസ്മെൻറ്റ് ഷുഡ് ഇൻക്ലൂഡ് എ റിട്ടൺ പോർഷൻ ദാറ്റ് സമ്മറൈസസ് ദ ചൈൽഡ്സ് പ്രോഗ്രസ് ആസ് ഒബ്സർവ്ഡ് ബൈ ദ ടീച്ചർ. മൂന്നാമത്തേതാണ് നമുക്ക് ടീച്ചറുടെ ഒരു ഒബ്സർവേഷൻ. അപ്പോൾ ഒബ്സർവേഷൻ നോട്ട് ക്യാൻ ബി ഇൻക്ലൂഡഡ് ടു സപ്പോർട്ട് ദ കൺക്ലൂഷൻ. അപ്പോൾ ആ ഒബ്സർവേഷൻ റിപ്പോർട്ടുകൾ ശരിക്കും അതിൽ എന്താണ് ഒരു കൺക്ലൂഷനും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കണം ടീച്ചർ എന്ത് ചെയ്യേണ്ടത്, ഒബ്സർവേഷൻ റിപ്പോർട്ട് ഉണ്ടാക്കേണ്ടത്. ഇറ്റ്സ് ഹെൽപ്ഫുൾ ടു ബ്രീഫ്ലി മെൻഷൻ ദ ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ മോണ്ടിസോറി ചൈൽഡ് ആൻഡ് ഹൗ ദിസ് പർട്ടിക്കുലർ ചൈൽഡ് ഈസ് മൂവിങ് എഹെഡ് ഇൻ ഈച്ച് ഏരിയ. അപ്പോൾ ആ ടീച്ചർ എന്ത് ചെയ്യുക, നമ്മൾ സാധാരണ ട്രഡീഷണൽ മെത്തേഡിൽ വളരെ മോശം വെരി പുവർ പെർഫോമൻസ്, ബിലോ ആവറേജ് എന്നൊക്കെയാണ് കൊടുക്കാറ്. പക്ഷെ നമുക്ക് ഇവിടെ മോണ്ടിസോറി മെത്തേഡിൽ ടീച്ചറുടെ ഒരു ഒബ്സർവേഷൻ റിപ്പോർട്ടിൽ അല്ലെങ്കിൽ ഒബ്സർവേഷൻ നോട്ടിൽ കുട്ടിയെക്കുറിച്ച് എഴുതേണ്ടത് എന്താണ്, ഹൗ ദിസ് പർട്ടിക്കുലർ ചൈൽഡ് ഈസ് ബീങ് മൂവിങ് എഹെഡ് ഇൻ ഈച്ച് ഏരിയ. ഓരോ ഏരിയകളിലും കുട്ടികൾ എത്രമാത്രം നന്നായി മൂവ് ചെയ്യുന്നുണ്ട് എന്ന് ടീച്ചർ പരിശോധിക്കാം. അപ്പോൾ ലാംഗ്വേജിൽ ഓക്കെയാണ്, EPL ആക്ടിവിറ്റിയിൽ ഓക്കെയാണ്, അതല്ലെങ്കിൽ സെൻസോറിയൽ മെറ്റീരിയലുകളിൽ ഓക്കെയാണ്, അതല്ലെങ്കിൽ മറ്റു ഏരിയകളിൽ, അതല്ലെങ്കിൽ നാച്ചുറായിട്ടുള്ള കാര്യങ്ങൾ, ആർട്ട് പരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഓക്കെയാണ്. അങ്ങനെ ഒരു ഒബ്സർവേഷൻ റിപ്പോർട്ടാണ് ആര് തയ്യാറാക്കേണ്ടത്, ടീച്ചർ തയ്യാറാക്കേണ്ടത്. ഇതാണ് നമുക്ക് ഒബ്സർവേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ കൃത്യമായി നോക്കാനുള്ളത്. സമ്മേറ്റീവ് അതേപോലെ തന്നെ നമ്മുടെ ഫോർമേറ്റീവ് അസസ്മെൻറ്റുകളൊക്കെ ഇതിൽ വരുന്ന പ്രധാനപ്പെട്ട അതിൻ്റെ അടിസ്ഥാനപരമായ കാര്യങ്ങളാണ്. എല്ലാവരും യൂണിറ്റുകളൊക്കെ കൃത്യമായി വായിച്ച് മനസ്സിലാക്കുക.